ഹലോ ഉണ്ണിയേട്ടാ, എയർപോർട്ടിൽ ഇറങ്ങിയോ? അയ്യോ, എപ്പം ഇങ്ങോട്ട് വരുന്നു? അയ്യോ ഉണ്ണിയേട്ടാ, ഇങ്ങോട്ട് വരണ്ട. അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മയ്ക്ക് അച്ഛൻ അമ്മയെ തേച്ചിട്ട് പോയത് പിന്നെ ഒരു ആണുങ്ങളെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. നമ്മുടെ കല്യാണം അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിപ്പിക്കുവോ? ആ ശരി ശരി ഉണ്ണിയേട്ടാ, എങ്ങനെയല്ലോ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്മയെ കുപ്പിയിൽ ഇറക്കണം. അമ്മ എങ്ങനെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണേ. 10-15 വർഷമായി ഉണ്ണിയേട്ടാ ഞാൻ ഉണ്ണിയേട്ടനും കൂടെ പ്രേമത്തിലായിട്ട്, എന്നിട്ട് ഇപ്പോഴും കല്യാണം കഴിക്കാതെ നിൽക്കുകയല്ലേ ഉണ്ണിയേട്ടാ. എന്തുവാണ് അവിടെ പട്ടി ഓരേടുന്ന കഴിഞ്ഞ ഇവിടെ എന്താ അത്യാഹിതം സംഭവിക്കാൻ പോണില്ല ദൈവമേ. എന്തുവാടി അവിടെ എന്തോ പട്ടി ഓരോരുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു, എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. പ്രശ്നമൊന്നുമില്ല അമ്മേ. ഒരു പട്ടി നമ്മുടെ വാതിക്കൽ നിന്ന് ഓടിയിട്ട് ഞാനൊരു കല്ല് പിടിച്ചെറിഞ്ഞ് പട്ടി അങ്ങ് ഓടിപ്പോയമ്മേ. ആണോ? അത്രേ ഉള്ളു. ഞാൻ പേടിച്ചു പോയി. അമ്മ 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 ഹേ അമ്മ 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 അമ്മ. എന്താടി നിനക്ക്? എനിക്ക് അമ്മയോടൊരു സത്യം പറയണോ അമ്മ? എന്താ മോളെ? സത്യം കേട്ടിട്ട് അമ്മ ഞെട്ടല്ലേ അമ്മ? അമ്മ ഉണ്ണീന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുമായിട്ട് 15 വർഷമായിട്ട് ഞാൻ പ്രേമത്തില. അയ്യോ അമ്മ വേണ്ട അടിക്കാൻ. അമ്മ ഉണ്ണീന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായിട്ട് 15 വർഷമായിട്ട് ഞാൻ പ്രേമത്തില അമ്മ. അമ്മയ്ക്ക് ആണുങ്ങളെ ഇഷ്ടമുള്ളതെന്നറിയാം, പക്ഷെ ഉണ്ണിയേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലമ്മ. നടക്കില്ല മോളെ, നടക്കില്ല. നിന്റെ അച്ഛൻ എന്റെ കെട്ടിയോനെ തേച്ച് അന്നു മുതല് ഒരാണ് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല അമ്മ. അങ്ങനെ ഞാൻ സമ്മതിക്കില്ല. 35 വയസ്സായിട്ട് നിന്നെ കെട്ടിച്ചു വിടാത്ത എന്താ? എന്താ സമ്മതിക്കില്ല ഞാൻ. അമ്മ 35 വയസ്സായിട്ട് എന്നെ കല്യാണം കഴിച്ചു വിടുന്നത്. എന്റെ കൂടെയുള്ള പെണ്ണുങ്ങളെല്ലാം കെട്ടി അവർക്ക് ഓരോ പിള്ളേരുമായി, എന്നിട്ട് എന്നെ കെട്ടിച്ചു വിടാത്തത് എന്താ അമ്മ? കൂടുതൽ സോപ്പിടാൻ മറല്ലേ അമ്മ? കൂടുതൽ സോപ്പിടാൻ മറല്ലേ? എന്ത് ഈ പ്രേമവും തേങ്ങ എന്നൊക്കെ പറഞ്ഞ ഒരു പോലെ അന്തമ്മ അങ്ങനെ ഒരു വർത്താനോ? രണ്ടും പാര വെച്ചാൽ പൊളി. എന്നാ തേങ്ങ ഈ പറയുന്നേ? എന്നാ തേങ്ങ ഈ പറയുന്നേ? എന്നാ തേങ്ങ ഈ പറഞ്ഞത് കറക്റ്റ് അല്ലേ? എന്താ പറഞ്ഞത്? അങ്ങനെ ഈ വീട്ടിലൊരു ആൺ തുണ വേണ്ട, സമ്മതിക്കൂല ഞാൻ. സമ്മതിക്കത്തില്ലേ? ഇല്ല. നിങ്ങൾ സമ്മതിക്കത്തില്ലേ? ഇല്ലെന്നാ. കേട്ടോ, നിങ്ങൾ സമ്മതിക്കത്തില്ല. അന്തസ്സുള്ള തറവാട്ടിലേ ഞാൻ. നിങ്ങൾ കേട്ടോ സമ്മതിക്കില്ലേ? ഞാൻ 4 മൂല വെക്കാം കേട്ടോ. എന്നെ കേട്ടോ സമ്മതിച്ചില്ലെങ്കിലേ കെട്ടിക്കോ എന്നെ. എന്താ ആക്രമണം അടിയത്? അമ്മ എനിക്ക് കേട്ടണോ അമ്മ? അമ്മ ഉണ്ണിയേട്ടനെ കണ്ട് അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാൻ കേട്ടത്തുള്ളൂ. എന്തോന്നറിയാവോ, നമ്മുടെ തറവാടിന് ചേർന്ന ഒരു പരിപാടി ഇല്ല അത്. പിന്നെ നിനക്ക് ഇഷ്ടാണെങ്കില് വേറെ കാര്യമുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നീ അറിഞ്ഞില്ല. സങ്കടം പറഞ്ഞിട്ടുണ്ട്. അതാരാ സങ്കടം പറഞ്ഞേ? എന്റെ പിറന്നാളാണെന്ന. അയ്യോ ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മച്ചേട്ട പിറന്നാൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മച്ചേട്ട പിറന്നാൾ. അങ്ങനെ ഒതുക്കാൻ നോക്കണ്ട, തേക്ക് മുറിക്കണ്ടേ? മുറ്റത്തേക്ക് 1.5 ലക്ഷത്തിന്റെ തേക്ക് മുറിക്കണം അമ്മയുടെ പിറന്നാളാന്നും പറഞ്ഞോണ്ട്. അതല്ല, അത് പണ്ടടിച്ച സാധനമാണ്. വല്ലടി വട്ടത്തിരിക്കണ സാധനല്ലേ കേക്ക്. കേക്ക് അമ്മയ്ക്ക് ഞാൻ കേക്കൊക്കെ മേടിച്ചു തരാം. പക്ഷെ അമ്മ ഉണ്ണിയേട്ടൻ വരുമ്പോ ഞങ്ങളുടെ കല്യാണം അമ്മ നടത്തി തരണം. അമ്മ ഒന്ന് സമ്മതിക്കാം എന്റെ പൊന്നമ്മ. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനിത് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല കേട്ടോ. അയ്യോ ഒരു കാറിന്റെ അച്ഛ ഉണ്ണിയേട്ടൻ വന്നെന്ന് തോന്നുന്നു. ഉണ്ണിയേട്ടൻ വരുന്നു. ഉണ്ണിയേട്ടൻ വരുന്നു. ഉണ്ണിയേട്ടൻ അമ്മ ഞാൻ അങ്ങനെയൊന്നും അടുപ്പില്ല. ഉണ്ണിയേട്ടാ അമ്മയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടേ. ഉണ്ണിയേട്ടൻ വേണം അമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അമ്മ എങ്ങനെയുള്ള കുപ്പിയിൽ ഇറക്കണം കേട്ടോ. ഞാൻ ഏറ്റു. അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം എല്ലാം കൊടുത്ത് അമ്മ ഒക്കെ പറയും. ഞാൻ എല്ലാ കാര്യമായിട്ടും അമ്മ ഉണ്ണിയേട്ടനോട് സംസാരിച്ചിരിക്കെ ഞാൻ പോയി കേക്ക് മേടിച്ചോണ്ട് ഓടി വരാം കേട്ടോ. കേക്ക് പറഞ്ഞില്ലേ മേടിച്ചില്ലേ നീ? ഞാൻ മേടിച്ചോണ്ട് ഇപ്പൊ വരാം. നീ പൊക്കോ, ഞാൻ ഏറ്റുവാ. അമ്മ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈന്നിട്ട് പറയുവാന്ന് അമ്മ വിചാരിക്കരുത്. ഇല്ല, ഇതുപോലെ ഒരു സ്ത്രീയെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. എന്താണൊരു സൗന്ദര്യം, എന്താണൊരു കുലീനത. എന്നെ മനസ്സിലായില്ല അമ്മയ്ക്ക്. ഞാനും അവളും തമ്മിൽ സ്നേഹത്തിലാണ്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് സാധനം ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ അമ്മ വിശ്വസിക്കുവോ? എന്താ അമ്മ, ഞാൻ ഇതുപോലൊരു അമ്മയെ ഞാൻ ഒരു തറവാട്ടിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും ഇല്ല. നമ്മളെന്താന്നറിയാമോ, നമ്മള് ഒരു പാരമ്പര്യമുള്ള തറവാടാണ്. അതെ, അവിടെ നമ്മൾ അങ്ങനെ ആട്ടിത്തമായിട്ട് ജീവിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒന്നും വിചാരിക്കരുത്. അമ്മ ഒരു തറവാടിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാല് ആ കുടുംബത്തിന് ഇതിൽ പരം വേറൊരു ഐശ്വര്യം വരാനില്ല അമ്മ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തൊരു സാധനം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നേക്കണം അറിയാം അമ്മ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ അതൊന്നും അല്ല മോനെ നമ്മുടെ പ്രശ്നം. ഇവിടുന്ന് പുരുഷന്മാര് വാഴൂല്ല, അതാണ്. ഇല്ലമ്മ, വാഴുവമ്മ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന സാധനം ഞാൻ എടുക്കാം അമ്മ. ഞാൻ ഒരുപാട് ഈന്തപ്പഴം, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ ഷാമ്പു. ഇല്ല, ഞാൻ ഇതിനകത്ത് വേറെ അമ്മയ്ക്ക് വേണ്ടി ഞാനേ അറബിയുടെ കയ്യിൽ നിന്ന് മേടിച്ച ബദാം പരിപ്പ്. ഈ സിബ് തുറക്കാൻ പറ്റണില്ല അമ്മ. ഒരുപാട് സാധനങ്ങൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടമ്മ.
മനെ ഒരു ബദാം പരിപ്പ് മാത്രം. ടച്ചിങ്സിന് ഒരു ബദാം പരിപ്പ് വന്നു. ടച്ചിങ്സിനോ? അമ്മ ഈ കുപ്പിയുടെ പകുതി എന്താ അമ്മ? എടാ, ഈ കുപ്പിയുടെ പകുതി എവിടെ? നീ എനിക്ക് കൊണ്ടുവന്ന കുപ്പിയുടെ. അയ്യോ അമ്മ, ഈ കുപ്പിയുടെ പകുതി, ഈ കുപ്പിക്കകത്തിരുന്ന പകുതി മദ്യം എവിടെയെന്ന്? ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കണം. ഏതാണ് രണ്ടുപേരും സംസാരിക്കണം എന്തിനാണ്? ഇല്ലെന്ന് ഞാൻ ഒരാളെ ഉള്ളെന്ന്. ഞാൻ ഒരാളെ ഉള്ളെന്ന്. നീ അങ്ങനെ സംസാരിക്കണം. നീ എന്താ സാവിത്രിദേവിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു? അയ്യോ അയ്യോ, നീ സാവിത്രിദേവിനെ കുറിച്ച് ചിന്തിക്കണം. ഇവിടെ ആരുമില്ലേ? ഈ സാധനം ഹലോ. അയ്യോ അമ്മ, അയ്യോ ഉണ്ട് സാധനം മുഴുവൻ. അമ്മ തല്ല, എന്താണ് ഈ കാണിക്കുന്നത്? അമ്മ പവർ ഇല്ല എന്നിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലെ സഹോദരന്റെ ജീൻസ് എടുത്തിട്ടവരാണ് ഞാൻ. അമ്മ എന്നെ അനുഗ്രഹിക്കണം. മിണ്ടി കളിക്കല്ലേ, അങ്ങനെ സംസാരിക്കല്ലേ, ഞാൻ അങ്ങനെ സംസാരിക്കല്ലേ. അയ്യോ മോനെ, അയ്യോ ആണുങ്ങൾക്ക് മാത്രമല്ലടാ. ആണ്ടെ, അയ്യോ അയ്യോ അമ്മ, അയ്യോ ഔതക്കുട്ടി ഔസേപ്പെട്ടി. ആരാ? എന്റെ ഔസ് ഏതാണ്? എന്റെ പൊന്നടാ. ആണ്ടെ, ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ച് ലവ് ലെറ്റർ എന്ന് എന്റെ ഔതക്കുട്ടി. 5ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ലവ് ലെറ്റർ എന്നില്ല നീ. അയ്യോ വിടില്ല ഞാൻ. കാണിക്കരുത്. നീ എന്നെ ചതിച്ചിട്ട് പോയല്ലോടാ. അമ്മ കേക്ക് കിട്ടിയ അമ്മ. ആണോ? കേക്ക് കിട്ടിയ അമ്മ. അയ്യോ അയ്യോ അമ്മ, എന്താ അമ്മ കാണിച്ചേ? അമ്മ കുടിച്ചിട്ടുണ്ടോ അമ്മ? അമ്മ കുടിച്ചോ അമ്മ? അമ്മ കുടിച്ചോ? കുടിച്ചോ? എടാ, അമ്മയ്ക്ക് മദ്യം കൊടുത്തോ നീ? ആര്? ഞാൻ കൊടുത്തൊന്നുമല്ല. പിന്നെ ഞാൻ ഇവിടെ പെട്ടി പറഞ്ഞ ഒരു മദ്യം ഇവിടെ മാറ്റി വെച്ച് തള്ള എടുത്ത് കുടിച്ചതാണ്. എടാ സാമദ്രോഹി, എടാ 3 മാസം ഡീഅഡിക്ഷൻ സെന്ററിൽ കിടന്ന മുതലാടാ ഇത്. എന്റെ അച്ഛൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത് എന്താണെന്നറിയോ? അച്ഛൻ പണി കഴിഞ്ഞ ഒരു പൈന്റ് പഠിച്ചോണ്ട് വരും. ഇതല്ല ഈ പെണ്ണുമുള്ള കുടിച്ചു തീർക്കൂടാ. അയ്യോ, നീ വിചാരിക്കുന്ന പോലെ ഒരു അമ്മയല്ല, ഇവരുടെ വേഷം മാത്രമേ ഉള്ള ഒരു കച്ചറയാ, കച്ചറ. ഇതെന്തോ അമ്മയെ കാണിക്കുന്നത്? അമ്മ എന്താണ് ഈ പറയണ്ടേ? ഈ തള്ള ഇങ്ങനെ എടുത്ത് കഴിക്കും എന്നുള്ള കാര്യം എന്നോട് പറയണ്ടേ? ഞാൻ ഒരു മോൾ എങ്ങനെ പറയൂടാ എന്റെ അമ്മ മദ്യപാനിയാന്ന്? ഞാൻ എങ്ങനെ പറയൂടാ? നീ എന്തിനാണ് അതെടുത്ത് ഇവിടെ വെച്ചത്? അറിയാമോ? പറ. ആരാന്നറിയാവോ? അതെന്റെ ഉണ്ണിയേട്ടൻ. ഇതെന്റെ ഔസക്കുട്ടി. ഹൗസക്കുട്ടിയോ? ആ, എന്നെ ഞാൻ കേൾക്കുന്നുണ്ട്. അമ്മ പറ. 7ാം ക്ലാസ്സില് ഈ എന്നോട് അച്ഛന്റെ അമ്മയുടെ സ്വഭാവം പൊക്കല്ലേ അമ്മ? ഒരു അന്യപുരുഷൻ നിൽക്കുന്ന കണ്ടില്ലേ അമ്മ നിങ്ങള്? എന്തിനമ്മേ കൊഞ്ഞാണം കുത്തുന്നത്? അപ്പം എന്നെ ഉറങ്ങാവത് കൂട്ടിയേട്ടാ. അമ്മ വിചാരിക്കുന്ന പോലെ അമ്മയുടെ ഔതക്കുട്ടി അല്ലമ്മ ഇത്. ഇത് ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ ഉണ്ണിയേട്ടൻ. 10-35 വയസ്സായ അമ്മ എനിക്ക്. ഞാനൊരു ചെറുക്കനെ കണ്ടുപിടിച്ചല്ലേ അമ്മ. 15 വർഷമായിട്ട് ഞങ്ങൾ പ്രേമത്തിലാന്ന് പറഞ്ഞില്ലേ അമ്മ? ഞാൻ മദ്യം കൊണ്ടുവന്നത് മാറ്റി വെച്ച് പെട്ടി തുറന്നപ്പോ അവരാണ് മദ്യം എടുത്ത് കഴിച്ചത്. അവര് മദ്യം എടുത്തിട്ട് എന്റെ അമ്മ കുടിക്കുന്ന ആളാണ്. ഞാൻ നിന്നോട് പറഞ്ഞില്ല, അതെന്റെ തെറ്റ്. ഞാൻ പറഞ്ഞ കേൾക്ക, ഞാൻ ബദാം പരിപ്പും അണ്ടിപ്പരിപ്പ് എടുക്കാൻ വേണ്ടി പെട്ടി തുറന്നപ്പോ അവര് മദ്യം എടുത്ത് കഴിച്ചതാണ്. നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ അമ്മയുടെ സകല സ്വഭാവം നീ അറിഞ്ഞ് ഇനി നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഇത് കല്യാണം ഒന്നും വേണ്ട. എന്താണ് ഈ പറയണത്? ഹാപ്പി ബർത്ത്ഡേ തള്ളേ. ഈ സമയത്ത് നിങ്ങളുടെ മുടിഞ്ഞ ഒരു കേക്ക്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇത് കേക്കല്ല, ഞാൻ പറയണത് നിങ്ങളൊന്ന് കേക്ക്. എടാ കൊച്ചേ, ഈ സാധനം നിന്റെ കയ്യിൽ ഒതുങ്ങൂല. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.